അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കറി ഉണ്ടാക്കാനായി ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്ത 4 ചെറിയ സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴന്ന് വന്നാൽ പിന്നെ ഇട്ട് കൊടുക്കുന്നത് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തതും പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയുമാണ്. തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചിരവിയതിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം ഒന്നും കൂടി പച്ച ചുവ മാറുന്നത് വരെ ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ചൂടായി പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതേ പാൻ തന്നെ വെച്ച് കൊടുത്ത് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മുട്ടക്കറിക്കായിട്ട് ഞാനിവിടെ 7 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മുട്ട ഒന്ന് വരട്ടതിന് ശേഷം ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മുട്ട നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം പിന്നെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല ഇതെല്ലാം വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ കറിയിലേക്ക് പാകത്തിനായി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇത് തിള വരുന്ന സമയത്ത് 1 സ്പൂൺ നിറയെ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചാറ്റ് മസാല ഇടുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതാ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാകും. ഇനി മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.